നമസ്കാരം. ഡീൽ ഡീലാണ് താരം. ഈ നിയമസഭാ ഇലക്ഷന് ഡീൽ എന്ന വാക്കാണ് കേരളത്തിലെ താരം. ആരുമായിട്ടുള്ള ഡീൽ? BJP-യുമായിട്ട്. ഇടതുപക്ഷം പറയുന്നു കോൺഗ്രസും BJP-യും ചേർന്നാണ് ഡീൽ. കോൺഗ്രസ് പറയുന്നു ഇടതുപക്ഷവും BJP-യുമായിട്ടാണ് ഡീൽ. എന്തായാലും ഈ ഡീൽ ആരോപണം പരസ്പരം ഉന്നയിക്കുന്നതോടുകൂടി ഒരു കാര്യം ഉറപ്പാണ്: BJP-ക്ക് ഇത്തവണ ഇലക്ഷന് ചിലത് ചെയ്യാനാകും. മുൻപെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 വർഷം മുമ്പുള്ള ഇലക്ഷനൊക്കെ ആണെങ്കിൽ BJP-ക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നത് നല്ല പാർട്ടിക്കാർ മാത്രമാണ്. കാരണം BJP-ക്ക് വോട്ട് ചെയ്താൽ BJP വിജയിക്കില്ല, അല്ലെങ്കിൽ വിന്നബിലിറ്റി ഉള്ള പാർട്ടിയല്ല BJP. അതുകൊണ്ട് തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുത്താൻ ജനം തയ്യാറായിരുന്നില്ല. BJP-ക്ക് വോട്ട് ചെയ്താൽ തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? തങ്ങൾക്ക് ആരെ തോൽപ്പിക്കണമോ എതിരാളിക്ക് വോട്ട് ചെയ്യുക. അതായിരുന്നു BJP-യോട് അനുഭവമുള്ളവർ പോലും മുൻപ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. വിന്നബിലിറ്റിയുള്ള പാർട്ടി തന്നെയാണ് BJP-യും. അപ്പോൾ പിന്നെ ഈ ഡീൽ ആരോപണങ്ങളുടെ കാര്യമെന്ത്? ഈ ഡീൽ ആരോപണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും: തങ്ങൾക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ BJP ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഘടകകക്ഷികളാകട്ടെ സ്വതവേ പ്രചാരമില്ലാത്ത, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വീണ്ടും പരിചയപ്പെടുത്തേണ്ടി വരുന്ന പുതുമുഖങ്ങളെ വച്ച് സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നു. അപ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് തന്നെ സാധാരണ ജനം സംശയിക്കുന്നു. BJP പ്രവർത്തകർ സംശയിക്കുന്നു. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിൽ എന്നുള്ളത് കാത്തിരുന്ന് അറിയാനേ നിവർത്തിയുള്ളൂ. ഇനി അഥവാ BJP-യുടെ പ്രഖ്യാപിത ലക്ഷ്യമായ കോൺഗ്രസ് വിമുക്ത ഭാരതമാണോ ലക്ഷ്യം? ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് വിമുക്ത കേരളം BJP-യുടെ ലക്ഷ്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിൽ ഡീലാരോപണം മുറുകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവുമായി ചേർന്ന് ചില ഡീലുകൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം സാധാരണ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ BJP-യുടെ VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായപ്പോൾ ജനം BJP-ക്ക് വോട്ട് ചെയ്യാം എന്നൊരു അവസ്ഥയിലേക്ക് പൂർണ്ണമായി എത്തി. ആദ്യമായി കേരള നിയമസഭയിലേക്ക് O രാജഗോപാൽ BJP-യുടെ ലെവലിൽ ജയിച്ചു കയറിയപ്പോൾ BJP-ക്ക് വോട്ട് ചെയ്യാം എന്നൊരു ചിന്ത സാധാരണ ജനത്തിന്റെ മനസ്സിലേക്ക് എത്തിത്തുടങ്ങി. തൃശൂർ MP ആയി സുരേഷ് ഗോപി എത്തിയപ്പോൾ അല്പം കൂടി അത് ഉറച്ചു. തിരുവനന്തപുരത്ത് VV രാജേഷ് മേയറായപ്പോൾ തീർച്ചയായും ഭിന്നബിലിറ്റിയുള്ള പാർട്ടിയാണ് BJP എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുകയും സാധാരണ അനുഭാവികൾ BJP-ക്ക് വേണ്ടി കൈവക്കുന്ന വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 7 മുതൽ 12 വരെ സീറ്റ് BJP നേടുന്ന ഒരവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഡീൽ ആരോപണങ്ങൾ വരുന്നത്. ഒപ്പം വിജയസാധ്യതയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ സഖ്യകക്ഷികൾക്ക് കൈമാറുന്നത്. 10 സീറ്റ് പ്രതീക്ഷിച്ച 2020-ക്ക് 20 സീറ്റ് വെച്ച് നീട്ടുന്ന ഒരവസ്ഥ. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിൽ? മുൻപേ തന്നെ BJP-ക്കെതിരെ ഈ ഡീൽ ആരോപണങ്ങൾ UDF-ഉം LDF-ഉം ഉന്നയിക്കുന്നതാണ്. മുൻപൊക്കെ അതിൽ കാര്യമുണ്ടായിരുന്നു. അത് നേതാക്കൾ തമ്മിലുള്ള ഡീലായിരുന്നില്ല, സാധാരണ വോട്ടറുടെ ഡീലായിരുന്നു. എന്നാൽ ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള ഡീൽ ജനം സംശയിക്കുന്നു. അതിൽ തെറ്റുമില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. BJP-യുടെ ശക്തി കേന്ദ്രങ്ങൾ തന്നെ ഘടകകക്ഷികൾക്ക് വച്ചു നീട്ടിയതാണ്. ഘടകകക്ഷികളെ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഡീൽ ആരോപണം ഉന്നയിക്കാൻ UDF-നെ പ്രേരിപ്പിച്ചത്. കുന്നംകുളം, കളമശ്ശേരി, ഏറ്റുമാനൂർ, തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂർ, കോന്നി, റാന്നി എന്നിവിടങ്ങളിലൊക്കെ BJP-ക്ക് സാമാന്യം നല്ല വോട്ട് ബാങ്ക് ഉള്ള സ്ഥലങ്ങളാണ്. എന്നാൽ ഇവിടെയെല്ലാം മത്സരിക്കുന്നത് ഘടകകക്ഷികളാണ്. BJP-യുടെ നഗരസഭ ഉൾപ്പെടുന്ന തൃപ്പൂണിത്തറ മണ്ഡലം പോലും മത്സരിക്കുന്നത് 2020-ആണ്. തീർച്ചയായും ഈ ആരോപണങ്ങൾ ജനം സംശയിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പത്രികാ സമർപ്പണവും തമ്മിലുള്ള ദിവസങ്ങളുടെ കുറവ്, അതുപോലെ വെറും 27 ദിവസം മാത്രമുള്ള ഇലക്ഷന്റെ തീയതി പ്രഖ്യാപിക്കൽ, ഇതെല്ലാം BJP-യുമായിട്ടുള്ള ഒത്തുകളി തന്നെയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പാലക്കാട് BJP-യും CPM-ഉം തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നും UDF-ന് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ് CPM-ന്റെ ലക്ഷ്യമെന്നും അത് BJP-യെ ജയിപ്പിക്കാനാണെന്നും
തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി പോലും ഡീലാണെന്നും വേണുഗോപാൽ പ്രഖ്യാപിക്കുന്നു. എന്നാൽ കോൺഗ്രസ് അവരുടെ സ്വഭാവം വെച്ചാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നും കോൺഗ്രസും BJPയുമായാണ് കാലാകാലങ്ങളായി ഇത്തരം ഡീലുകൾ നടക്കുന്നതെന്നും CPM പ്രഖ്യാപിക്കുന്നു. BJP CPM ഡീൽ ആരോപിക്കുന്നവർ കാലങ്ങളായി അവർ വച്ചു പുലർത്തുന്ന സ്വഭാവ മഹിമയാണ്, കാലങ്ങളായി അവർ നടത്തുന്ന ഡീലാണ്, അവരുടെ സ്വന്തം കാര്യമാണ് അവർ പറയുന്നത് എന്ന് വിജയരാഘവൻ ആരോപിക്കുന്നു. BJPയോട് ഡീൽ നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന രീതിശാസ്ത്രം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് രാഷ്ട്രീയ നേതാക്കളുണ്ട് എന്നും സ്വന്തം മഹിമ ഓർമ്മിപ്പിക്കുന്ന സ്വഭാവം ചില ആളുകൾക്കുണ്ട് എന്നും അത്തരമൊരു ഓർമ്മയിലാണ് സതീശൻ ഡീലിനെ കുറിച്ച് പറയുന്നത് എന്നും വിജയരാഘവൻ ആരോപിക്കുന്നു. എന്നാൽ BJPയും CPMും തമ്മിൽ അന്തർധാര ആരോപിക്കുന്ന നാണംകെട്ട പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. ഡീൽ ആരോപണത്തിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്നും പാലക്കാട് BJP ജയിക്കും എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് കോൺഗ്രസിന്റെയോ CPMന്റെയോ പിന്തുണ കൊണ്ടല്ല, സ്വന്തമായി വോട്ട് നേടുന്നത് കൊണ്ടാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പക്ഷം. ഡീൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കണക്കുകൂട്ടലുകളുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. BJPക്കെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ന്യൂനപക്ഷത്തിന്റെ വോട്ട് തട്ടിയെടുക്കാനാണ് എന്ന് BJPയുടെ പക്ഷം. പക്ഷേ ഇതൊന്നും ആലോചിക്കാനുള്ള സമയം തങ്ങൾക്കില്ല എന്നാണ് BJPയുടെ പക്ഷം. അതും കാര്യം ശരിയാണ്. ഇപ്പോൾ മാരാർജി ഭവനിലേക്ക് ചെന്നാൽ അവിടുത്തെ തിരക്ക് കണ്ടാലറിയാം കാര്യങ്ങളുടെ പോക്ക്. ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ പോകുന്നു, എവിടുന്നോയൊക്കെ ഹാരങ്ങൾ വരുന്നു, ഷാളുകൾ വരുന്നു, ആരൊക്കെയോ സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നവർക്ക് ആരെന്നറിയില്ല, സ്വീകരിക്കപ്പെടുന്നവർക്കും ആരെന്നറിയില്ല. കുറെ പേർ വരുന്നു, അവരോട് പേര് ചോദിക്കുന്നു, അനൗൺസ് ചെയ്യുന്നു, ഹാരമിടുന്നു, ഷാൾ ഇടുന്നു, പാർട്ടിയിലേക്ക് ചേർക്കുന്നു. BJPയിൽ ചേരാൻ ഇപ്പോൾ അത്ര തിരക്കാണ്. ചാലപ്പൂക്കടയിൽ 50 ഹാരത്തിന് നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടത്രേ ദിവസവും എത്തിക്കാൻ. ഷാളിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് വണ്ടി തിരിച്ചിട്ടുണ്ട് ബൾക്കായി കൊണ്ടുവരുന്നതിന്. ഇതിനിടയിലാണ് ഡീൽ ആരോപണങ്ങൾ. അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ BJPക്ക് ഇപ്പോൾ സമയമില്ല. ഡീൽ ആരോപണത്തിന്റെ ആദ്യ വെടി പൊട്ടിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. രാഹുൽ ഗാന്ധിയും ഇതേ ആരോപണം ഉന്നയിച്ചു. CPM BJP ഡീൽ ആരോപണത്തെ CJP എന്നാണ് രാഹുൽ ഗാന്ധി കളിയാക്കിയത്. ഇതിനെ പഴയ കോലീബി സഖ്യം എന്ന രീതിയിൽ മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു. കോൺഗ്രസ് BJP ലീഗ് സഖ്യം എന്ന രീതി. ദേശീയ തലത്തിൽ തന്നെ BJPയുടെ B സഖ്യമാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. എന്തായാലും ഡീൽ ആരോപണങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതിനുള്ള വാക്കായി മാറിക്കഴിഞ്ഞു. കാത്തിരുന്ന് കാണാം BJPയുടെ ഡീൽ ആരോപണത്തിന്റെ സത്യസ്ഥിതി എന്താണ് എന്ന്. ഈ ഡീൽ ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ ഓരോ പാർട്ടിക്കും എന്ത് സംഭവിക്കുമെന്ന് വരുന്ന വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.